പി സരിൻ പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് എം.എൽ.എ. നജീബ് കാന്തപുരത്തിനെതിരെ ഗൗരവമായ ആരോപണങ്ങളാണ് ഡോക്ടർ പി സരിൻ മുമ്പോട്ട് വെക്കുന്നത്. ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിലും ഇതിൻ്റെ ചില ശകലങ്ങൾ ഇട്ടിരുന്നു. അതായത് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന അടക്കമുള്ള തട്ടിപ്പ് അതിന് നേതൃത്വം നൽകിയത് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ തലപ്പത്തുള്ള ആളാണ് നജീബ് കാന്തപുരം എം.എൽ.എ. ആ നജീബ് കാന്തപുരം എം.എൽ.എയുടെ പേരിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ഉപഭോക്താക്കൾ വഴി സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് പിരിച്ച പണം, ആ പണം അവരിലേക്ക് നൽകാനും ആളെ ചേർക്കാനുമായി എത്ര കമ്മീഷനാണ് നജീബ് കാന്തപുരം എന്ന എം.എൽ.എ. വാങ്ങിയത് എന്നതടക്കം വ്യക്തമാക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പാണക്കാട് തങ്ങന്മാരെ അടക്കം ഇതിലേക്ക് വലിച്ചിഴച്ചു എന്നും പി സരിൻ ആരോപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മറ്റൊന്ന് ആയുള്ളത് ഈ കോച്ചിങ് സെൻ്ററാണ്. എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഉള്ള കോച്ചിങ് സെൻ്റർ, ആ കോച്ചിങ് സെൻ്റർ വഴി നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തായിരുന്നാലും പുതിയ ഏറ്റവും വ്യക്തമായ ആരോപണങ്ങൾ, കാര്യങ്ങൾ നിരത്തി മുദ്രയുടെ വെബ്സൈറ്റുകൾ അടക്കം പരിശോധിച്ചാണ് ഡോക്ടർ പി സരിൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുകയാണ്. സച്ചിൻ, എന്തൊക്കെയാണ് നജീബ് കാന്തപുരം എം.എൽ.എ. എന്ന മുസ്ലിം ലീഗ് നേതാവിനെതിരെ ഡോക്ടർ പി സരിൻ ഉന്നയിച്ച ആരോപണങ്ങൾ? അജിംഷാദ്, രൂക്ഷമായ വിമർശനമാണ് നജീബ് കാന്തപുരം എം.എൽ.എക്കെതിരെ ഡോക്ടർ പി സരിൻ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, നജീബ് കാന്തപുരം എം.എൽ.എ. പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ യുവാക്കൾക്കൊക്കെ സൗജന്യമായ നിരക്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ മറവിലാണ് ഇപ്പോൾ 1000 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഈ NGO സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പിനിരയാക്കിയത്. ഈ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ ഈ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്താണ് ഈ തട്ടിപ്പിനിരയായത് എന്നാണ് ഡോക്ടർ പി സരിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ NGO അനന്തകൃഷ്ണൻ്റെയും അതേപോലെ തന്നെ ആനന്ദകുമാറിൻ്റെയും ഒക്കെ സംഘടനയിലേക്ക് ആളുകളെ എത്തിച്ചു കൊടുത്തത് നജീബ് കാന്തപുരം എം.എൽ.എ. നേരിട്ടാണ് എന്ന കാര്യമാണ് പി സരിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റും അതേപോലെ തന്നെ അതിലേക്ക് ആളുകളെ എത്തിക്കുന്നതും അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതും മറ്റ് കരിയർ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഡോക്ടർ പി സരിൻ ഇപ്പോൾ മാധ്യമങ്ങളോട് ഈ തട്ടിപ്പിന് ആളുകളെ നേരിട്ടാണ് നജീബ് കാന്തപുരം എത്തിച്ചത് എന്ന തെളിവുകൾ സഹിതം ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നിരവധി ആളുകളെ ഈ മുദ്ര ചാരിറ്റബിളിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം രൂപീകരിച്ചതെന്നും അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങളുടെ തല എണ്ണിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് നജീബ് കാന്തപുരം സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യവും ഡോക്ടർ പി സരിൻ വ്യാപകമായി നടത്തിയ പകുതി വിലയ്ക്കുള്ള സ്കൂട്ടർ തട്ടിപ്പിൽ നജീബ് കാന്തപുരം എം.എൽ.എക്ക് കൂടി റോളുണ്ട്. പെരിന്തൽമണ്ണ എം.എൽ.എ. മുസ്ലിം ലീഗ് നേതാവ് നജീബ് കാന്തപുരത്തിനെതിരെ വസ്തുതകൾ നിരത്തി അവരുടെ വെബ്സൈറ്റ്, മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വെബ്സൈറ്റുകൾ അടക്കം നിരത്തിയാണ് തെളിവുകൾ സഹിതം ഡോക്ടർ പി സരിൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് നൽകിയത്.